വിതൗട്ട് ബീയിങ് പ്രിസംച്വസ്, ശബരിമലയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ളൊരു ഖ്യാതി ഞാൻ സ്വയം അവകാശപ്പെടുകയാണ്. കാരണം ബോർഡ് വന്നാൽ 2 വർഷം 3 വർഷമല്ലേ ഉള്ളൂ ബോർഡ്, ഉദ്യോഗസ്ഥന്മാർക്ക് മാറി മാറി. പക്ഷേ എനിക്ക് ആദ്യത്തെ ഒരു 2 വർഷം ബോർഡിൻ്റെ ഫുൾ പവറോട് കൂടി ഞാൻ ഈ ശബരിമല ഉത്സവം നടത്തിയിട്ടുണ്ട്, ഈ സീസൺ നടത്തി. പിന്നീട് ബോർഡ് അവിടെ ഇരിക്കട്ടെ, യു ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് കോടതി എന്നെ അങ്ങനെയും ചെയ്തു. അങ്ങനെ 2 വർഷം. അത് 2010, 11, 12 ആയിരിക്കണം, 12 നടത്തി. അപ്പോൾ അത് ഒരു പ്രാവശ്യം ഞാൻ അതിൻ്റെ ഒരു സമ്പൂർണ്ണ അധികാരി എന്നുള്ളതിലേക്ക്, ബോർഡില്ല, ഞാൻ തന്നെയാണ് സ്പെഷ്യൽ കമ്മീഷണർ, റിപ്പോർട്ടിംഗ് ടു ദി കോർട്ടും എല്ലാം. അതൊക്കെ നല്ല ഭംഗിയായിട്ട് നടത്താൻ നമുക്ക് സാധിക്കും. ആദ്യമായിട്ട് ഞാൻ ഇടപെടുന്നത് ഈ അരവണ പ്രശ്നം വന്നപ്പോഴാണ്. അന്ന് ഗവൺമെൻറ് എന്നോട് ഒരു സ്പെഷ്യൽ ഓഫീസറായിട്ട് അവിടെ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ശബരിമല പോയി തൊഴുതിട്ടുണ്ടെന്നുള്ള അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയാം, എന്തായാലും നിങ്ങൾ പോകണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞ് ഞാൻ പോയി. അങ്ങനെയാണ് അരവണ അന്ന് ഈ ബക്കറ്റിൽ കോരി കൊടുക്കുന്ന സമയം, അത്ര മോശമായിട്ട് കിടക്കുന്നൊരു സമയത്താണ് ഞാനവിടെ ആദ്യം പോകുന്നത്. അന്ന് കുറച്ചൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റി. പക്ഷേ എനിക്ക് ഐ കുഡ് ഗെറ്റ് എ ഫീൽ ഓഫ് ഇറ്റ്. ഇവിടെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലം എന്നുള്ള എനിക്ക് ഏറെക്കുറെയൊക്കെ പിടികിട്ടി. പിന്നീട് അപ്പോഴത്തേക്ക് ബോർഡിൻ്റെ കാലാവധി തീർന്നു, അടുത്ത സീസണായി. ഐ വാസ് മെയ്ഡ് ദ സ്പെഷ്യൽ കമ്മീഷണർ. അത് കഴിഞ്ഞു. പിന്നെ ഒരു ബോർഡ് ഉണ്ടായിരുന്ന സമയത്ത് ബോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ നടത്തിക്കുമെന്ന് കോടതി പറഞ്ഞു. അങ്ങനെ 2 വർഷം ഈ പിൽഗ്രിമേജ് നടത്തിച്ചു എന്നുള്ളത് ആണ് എൻ്റെ ഒരു വലിയ ഒരു അനുഭവജ്ഞാനം. പിന്നെ തോട്ടത്തിൽ രാധാകൃഷ്ണനായിരുന്നു തന്ന ജഡ്ജ്, അദ്ദേഹമാണ് ജസ്റ്റിസ് രാമനും പിന്നെ തോട്ടത്തിലും കൂടിയാണ് ഈ ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടാവണമെന്നും മാസ്റ്റർ പ്ലാൻ ഈ അതിൻ്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് നടത്തണമെന്നും. അതിൻ്റെ ഇക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. മാസ്റ്റർ പ്ലാൻ ഈസ് ഗൈഡഡ് ബൈ വെരി വെരി സ്ട്രോങ് ഇക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ്. അങ്ങനെ നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടാക്കി, എന്നെ അതിൻ്റെ ചെയർമാനാക്കി. അത് ഒരു വണ്ടർഫുൾ ഓർഡർ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇൻഫാക്ട് ദ കോർട്ട് വാസ് പ്ലീസ് ടു ഗീവ് മീ ലോട്ട് ഓഫ് നല്ല വർത്തമാനമൊക്കെ എന്നെ പറ്റി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനത് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 2 വർഷത്തെ എൻ്റെ പ്രവർത്തനം കൊണ്ടാണ് എനിക്കതിന് അങ്ങനെ ഒരു കോടതിക്ക് അങ്ങനെ തോന്നിയതും. അത് ആ ജോലിയിൽ ഞാൻ ഏതാണ്ട് 7 വർഷം തുടർന്നു, ടിൽ 2007. യാ, 6-7 വർഷം തുടർന്നു. 2012 തൊട്ട് 17 വരെ 5-6 വർഷം, 6 വർഷം ടു ബി എക്സാക്റ്റ്. അപ്പോഴാണ് പിന്നെ ജസ്റ്റിസ് സിരിജഗനെ കോടതിയാക്കി. ഞാനും യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരിക്കുമ്പോഴും ഞാനിതിൻ്റെ ഹൈ പവർ കമ്മിറ്റി ചെയർമാനായി. ഹൈ പവർ കമ്മിറ്റി ചെയർമാൻ ആയതോടുകൂടി എനിക്ക് കൊണ്ടായ ഏറ്റവും വലിയ ഗുണം എൻ്റയർ ഡെവലപ്മെൻറ്റൽ ഒരു ട്രാജക്ടറി നമുക്ക് മനസ്സിലാക്കാനും അവിടുത്തെ ഇഷ്യൂസ് മനസ്സിലാക്കാനും സാധിച്ചു. എൻ്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് അത് നടത്തിച്ചിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ സ്ട്രക്ചറൽ വീക്ക്നെസ്സസ് എന്താണെന്നുള്ളതും എനിക്ക് ഏറെക്കുറെ അറിയാം. അതുകൊണ്ട് ഇപ്പോൾ അവിടെ ഈ പുറത്ത് വന്നിട്ടുള്ള ഈ പ്രശ്നങ്ങൾ എനിക്ക് വാസ്തവത്തിൽ വലിയ അത്ഭുതം തോന്നിയില്ല. കാരണം ദ സിസ്റ്റംസ് ആർ ഫെയർലി വീക്ക്. അയ്യപ്പൻ്റെ പേരിൽ ഇഷ്ടംപോലെ ആളുകൾ പണം തരാൻ തയ്യാറാണ്. പക്ഷെ അത് എങ്ങനെ ഭംഗിയായിട്ട് വിനിയോഗിക്കുന്നു ഉറപ്പുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഈവൻ മോർ. ശബരിമലയിൽ എൻ്റെ അനുഭവത്തിൽ ഒരു അയൺ കർട്ടൻ ഉണ്ട്, ഇത് ഒന്നും പുറത്തേക്ക് വരില്ല. ഇപ്പം 2019 ഈ വിമൻ എൻട്രി ഉണ്ടാകുന്ന സമയത്ത് മാളികപ്പുറത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ് ആയിരുന്നു മീഡിയയുടെ. അതിനെ പൊളിച്ചു കളഞ്ഞല്ലോ, അത് അന്ന് പൊളിച്ചു കളഞ്ഞു. അതിനകത്ത് ഒരു അതാര്യതയില്ല. നിങ്ങൾ പറയുന്നത് പോലെ ഒരു വെയിൽ ഓഫ് സീക്രസിയും ഇല്ല. കാരണം മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ആളുകൾക്ക് ഫ്രീ മൂവ്മെൻറ്റിന് വേണ്ട സ്ഥലത്താണ് ആ ബിൽഡിംഗ് ഇരുന്നത്. അതുകൊണ്ട് അത് പൊളിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അപ്പുറത്ത് ദർശനം കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു 4 നില കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മീഡിയയ്ക്ക് മുഴുവൻ ഫ്ലോർ തന്നിരിക്കുകയാണ് മീഡിയയ്ക്ക്. പിന്നീട് എന്ത് സംഭവിച്ചത്, ദാറ്റ് വാസ് അണ്ടർസ്റ്റാൻഡിങ്. മീഡിയ ഇവിടുന്ന് മാറ്റി ആ ദർശനം കോംപ്ലക്സിൻ്റെ ഒരു ഫ്ലോർ മുഴുവൻ നിങ്ങൾക്ക് മീഡിയയ്ക്ക് കൊടുക്കണം. ഇത് ആളുകളുടെ ഫ്രീ മൂവ്മെൻറ്റിനെ തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് നമ്മളത് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അല്ലല്ല, അങ്ങനെയല്ല. ഇത് തന്നെയാണ് നിങ്ങൾക്ക് ദർശനം കോംപ്ലക്സ് തന്നെയാണ് മീഡിയയ്ക്ക് കൊടുക്കും. പിന്നെ എന്ത് സംഭവിച്ചത് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. ഐ ഡോണ്ട് നോ 2017 ശേഷം എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് ദർശനം കോംപ്ലക്സ് ഇവിടെ ഉണ്ട്. ദർശനം കോംപ്ലക്സ് നല്ല കെട്ടിടവുമാണ്, ഇതിനേക്കാൾ സൗകര്യമുള്ള കെട്ടിടമാണ്. അപ്പോൾ അതിനകത്ത് സുതാര്യതയൊക്കെ ഉണ്ട്. കാരണം മാസ്റ്റർ പ്ലാനിൽ എന്ത് സംഭവിക്കുന്നുള്ള എല്ലാവരും അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ പിന്നീട് ഇത് വന്നില്ലേ, പണ്ടവിടെ അന്നദാനം കൊടുത്തുകൊണ്ടിരുന്നൊരു ടെമ്പററി ഷെഡിലല്ലേ, ഇപ്പം വലിയ ഹ്യൂജ് കോംപ്ലക്സ് കിട്ടില്ല അവർക്ക്. അതിൻ്റെ ബോർഡിൻ്റെ ഓരോ തീരുമാനങ്ങൾ. ഐ ഡോണ്ട് വാണ്ട് ടു കമന്റ് ഓൺ ദാറ്റ്. വീക്ക്നെസ് എന്താണെന്ന് പറയാമോ, ഇതിപ്പോൾ ഒരു സർക്കാർ ഓഫീസ് പോലെ നടത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഡിവോട്ടീസിൻ്റെ ബിഹേവിയർ തന്നെ പലതരത്തിലാണ്. എനിക്ക് അത് ഇമ്പൾസീവാണ്, ഇമോഷണലാണ്. എനിക്ക് ഭഗവാന് പലതും കൊടുക്കണം തോന്നും. ഇതെല്ലാം ഈ വ്യത്യാസമനുസരിച്ച് അവിടെ ഹാൻഡിൽ ചെയ്യാനുള്ള മെഷീനറി വേണം. ഞാനൊരു ഉദാഹരണം പറയട്ടെ, പറയാമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇപ്പോൾ
പിന്നെ ചിലത് മാറും. ഇപ്പോൾ ഉദാഹരണത്തിന് പടിപൂജ, ഒരു പടിപൂജ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു പടിപൂജ, ഒരാളുടെ പേരിലെ പടിപൂജയാണോ ഒരു ദിവസം നടക്കുന്നത്? ഐ ഡൗട്ട്. പലർക്കും ആ പ്രിവിലേജ് കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐ മേ ബി റോങ്. അവിടെയൊക്കെയാണ് ഭരണപരമായി വി ഷുഡ് ബി മോർ ഓപ്പൺ. പടിപൂജ 50 പേർക്ക് വേണമെങ്കിൽ കൊടുത്തുള്ളൂ. ഇപ്പോൾ ഇത് ആചാരവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് നമുക്കൊരു സർക്കാർ ഓഫീസ് നടത്തുന്ന പോലെ നടത്താൻ ബുദ്ധിമുട്ടാണ്. ഇത് ഭക്തന്മാരുമായിട്ടുള്ള പിന്നെ ഡയലോഗ് വേണം, ഒബ്ജക്റ്റിവിറ്റി വേണം, ഈ പറഞ്ഞ പോലെ സുതാര്യത വേണം. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ദർ ഈസ് എ നീഡ് ഫോർ ദേവസ്വം ബോർഡിൻ്റെ ഭരണം കൂടുതൽ ആധുനികവൽക്കരിക്കാനും കൂടുതൽ സാങ്കേതിക ജ്ഞാനം അതിനകത്ത് കൊണ്ടുവരാനും പുതിയ സിസ്റ്റംസ് ഉണ്ടാക്കാനും ഈ ഒരു ക്രൈസിസ് ഒരു അവസരമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പടിപൂജ ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നു, ചിലർ ബൾക്കായിട്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ട്. അതാണ് സിസ്റ്റംസ് ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെ ബൾക്ക് ചെയ്യാൻ പാടില്ല, ഒരാളിന് ഒരെണ്ണം കൊടുക്കാൻ പാടുള്ളൂന്നോ. ഓരോന്നിനും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഓരോ കാര്യവും എനിക്കറിയാം. അപ്പോൾ അവിടെയെല്ലാം സുതാര്യമായിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടാവണം. ഈ ഒരു സംശയവും വരേണ്ട കാര്യമില്ല. അതിനുള്ള പ്രാപ്തി ബോർഡിനുണ്ടാവണം. ബൈ പ്രോസസ്സറി എഞ്ചിനീയറിങ്ങിലൂടെയും പുതിയ ആളുകളെയൊക്കെ അതിനകത്ത് റോപ്പിൻ ചെയ്യണമെങ്കിൽ ചെയ്ത് ദി ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവല് ഒന്ന് ഉയരണം. അത് ടോപ്പിൽ തുടങ്ങണ്ടേ? കമ്മീഷണർ എന്ന് പറയുന്ന ആളൊരു നല്ല ഓഫീസർ വരണ്ടേ? കമ്മീഷണർ സാധാരണ ഒരു ഗവൺമെൻറ്റിൽ നിന്നൊരു ഉദ്യോഗസ്ഥനാണ് വരികയല്ലേ. ഒരു സീനിയർ IAS ഓഫീസർ വരികയാണെങ്കിൽ ഇതിലൊക്കെ മാറ്റം വരില്ലേ? അങ്ങനെയല്ലേ ഇപ്പോൾ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടില്ലേ? സാറിൻ്റെ റിപ്പോർട്ടിൽ അങ്ങനെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു? എൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ ഒരു പ്രസക്തമായ റിപ്പോർട്ടല്ല, കാരണം അത് വളരെ കാലത്തിന് മുമ്പല്ലേ. ഞാൻ പറഞ്ഞത് പമ്പയിലും പിന്നെ പത്തനംതിട്ടയിലും ഓഫീസ് വേണം, പമ്പയിലുണ്ടാവണം. ഈ സ്പെഷ്യൽ പെർമനൻ്റ് ഓഫീസ് പമ്പ ഉണ്ടാവണം. ഏറി വന്നാൽ പോട്ടെ പത്തനംതിട്ടയെങ്കിലും വേണം, പമ്പയിലും വേണം ഓഫീസ്. അത് എൻ്റെ 12 months പ്രവർത്തിക്കുന്ന ഓഫീസായിരിക്കണം. സീസൺ കഴിഞ്ഞാൽ ഉടനെ അടുത്ത സീസൺ ക്ലീനിങ്ങും അടുത്ത സീസണിലേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം. ഒരുപാട് റിപ്പയർ, സിവിൽ വർക്ക്, ഈ ആളുകൾ ഇത്രയും പേരും ഉപയോഗിക്കുന്ന ടോയ്ലറ്റ്സ്, പിന്നെ എന്തെല്ലാം ഉണ്ട്. ഈ അരവണ ഉണ്ടാക്കുന്ന പ്ലാന്റ്, അതിൻ്റെ ടൈമിൽ റിപ്പയർ, ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സംഗതികൾ, പിന്നെ ഓരോ മുറിയും കേടാക്കിയിട്ടിട്ട് പോയത്. അപ്പോൾ ഒരു സീസൺ കഴിഞ്ഞാൽ അടുത്ത സീസണിൻ്റെ പ്രിപ്പറേഷൻ ആ ഫെബ്രുവരിയിൽ തുടങ്ങണം. ജനുവരി 15 തൊട്ട് സീസൺ കഴിഞ്ഞാൽ ഒരു 15 ദിവസം കൊണ്ട് ഡീപ്പ് ക്ലീനിങ്ങിനോട് കൂടി വി ഷുഡ് പ്ലാൻ ഫോർ ദി നെക്സ്റ്റ്. അതിലേക്ക് വിഷു വരും, മാസപൂജ വരും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ ടൈം സംവിധാനത്തിൻ്റെ ആവശ്യമുണ്ട്. അല്ലാതെ മാസപൂജയുടെ തലേദിവസം ഇവിടെ നിന്ന് 4 പേര് പോയിട്ട് മാസപൂജ നടത്തി വന്നാൽ ഇങ്ങനെ തന്നെ ഇരിക്കും. അതാണ് വിഷയം. ദർ ഹാസ് ടു ബി ഒരു സംവിധാനം ഉണ്ടാവണം. അത് ഗവൺമെൻറ് തീരുമാനിക്കാനാണ് ആരെയാണ് വയ്ക്കേണ്ടത്. പെർമനൻറ്റ് സംവിധാനം വേണം. ഇത് ബോർഡിനത്ര 1500 ക്ഷേത്രമായിട്ടുണ്ടെന്നല്ലേ. 1500 ക്ഷേത്രങ്ങളിൽ ഒന്നുപോലെ ഇതിനെ ട്രീറ്റ് ചെയ്താൽ ഈ പ്രശ്നം വരും.